قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. ഇതിനു മുമ്പ് ഒന്ന് രണ്ടായത്തുകൾ ഫലമ്മാ ബലഗ മജ്മഅ ബൈനഹിമ, അവർ രണ്ടുപേരും ആ കടലുകളുടെ സംഗമസ്ഥാനത്തെത്തിയപ്പോ നസിയാ ഹുതഹുമ, അവരുടെ മത്സ്യത്തെക്കുറിച്ച് അവർ മറന്നുപോയി. ഫഖ്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, സറബ് എന്ന് പറഞ്ഞാൽ തുരീഖ്, ആ മത്സ്യങ്ങൾ കടലിൽ ഒരു വഴിയുണ്ടാക്കി കടന്നുപോയി. അല്ലാഹു തആലക്ക് ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കാൻ കഴിയും എന്ന ഒരു മഹാത്ഭുതവും ഇവിടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവര് കപ്പൽ കയറി, ആദ്യത്തെ സംഭവം കപ്പൽ കയറി പോവാൻ. കപ്പൽ കയറുമ്പോ ഖിദ്ർ നബിയെ കണ്ടപ്പോഴേ കപ്പലുകാർ ഹാദ റജുലു സ്വാലിഹ്, ഇതാ നല്ല സ്വാലിഹായ മനുഷ്യനല്ലേ. അതെടാ അതെ, കൂട്ടുകാർ തമ്മിൽ പറയല്ലോ, കയറിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യണ്ട, ടിക്കറ്റ് വാങ്ങിക്കണ്ട, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഖിദ്ർ നബിയുടെ കൂടെ ഒരാളുണ്ട്, മൂസ നബി അലൈഹി സ്വലാം. യൂഷഅ ബിൻ നൂൻ എന്നവരെ കൂടിയിട്ടില്ല. യൂഷഅ ബിൻ അവിടെ നിന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു. യൂഷഅ ബിൻ നൂനില്ല, മൂസ നബി ഖിദ്ർ രണ്ടുപേരും കൂട്ടുകാരനല്ലേ, ആയിക്കോട്ടെ രണ്ടുപേരും പോരെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, പൈസ ഒന്നും വേണ്ട. എവിടേക്കാ പോകേണ്ടത്? ഖിദ്ർ നബി പറഞ്ഞു, ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, എന്നാ കയറിക്കോളൂ. അങ്ങനെ അവർ കയറിയിരിക്കുകയാണ്. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീന, കപ്പലിൽ അവർ കയറിയപ്പോ ഖറഖഹ, ഖിദ്ർ നബി അലൈഹിസ്സലാം ആ കപ്പലിന്റെ പലക എന്തോ ഒരു മഴ പോലെ സാധനം കൊണ്ട് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് വേറൊരു പീസ് അവിടെ വെച്ചു. ആ കപ്പൽ കേടുവരുത്തി. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അഖറഖതഹ, നിങ്ങളത് പൊട്ടിച്ചോ? ലിതുഗ്രിഖ അഹ്ലഹ, അങ്ങനെ ഒരു പലക അടർത്തിയെടുത്ത വെള്ളം കയറി ഇതിന്റെ ഉള്ളിലുള്ള മുഴുവൻ ആളും മരിക്കൂലേ, വെള്ളത്തിൽ മുങ്ങൂലേ? ലഖദ് ജിഅത ശൈഅൻ ഇംറ, അത് മോശമായി കേട്ടോ. എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒരു ബസ്സിൽ ഫ്രീ ടിക്കറ്റ് എടുത്ത് തന്നു, പോണ പോകിൽ സീറ്റ് വെച്ച് കൊണ്ടായ, ഉദാഹരണം പറയാം. അപ്പൊ ഈ കപ്പലിൽ നമുക്ക് വെറുതെ യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിച്ച് കപ്പലുകൾ കേടുവരുത്തുകയാണോ? ഇംറ, അത് മോശമായി കേട്ടോ. പക്ഷെ ആദ്യം പറഞ്ഞെന്ന് ചോദിക്കാൻ പാടില്ല, അത് മൂസ നബി അലൈഹി സ്വലാം മറന്നുപോയി. അപ്പൊ ഖിദ്ർ നബിന്റെ മറുപടി, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇതേപോലെ വാക്ക് വരുന്നുണ്ട്, ആ ആയത്ത് വരുന്നുണ്ട്. എങ്ങനെ? അവിടെ ഖാല അലം അഖുൽ ലക എന്ന ലക എന്ന് ഏറെ വരും. ആദ്യത്തെ ആയത്തിൽ അതില്ല. ഓതുമ്പോ വസ്വാസായിട്ട് പിഴക്കുന്നത്, ഏത് മുബീന യാസീനൊക്കെ ഓതുമ്പോ അങ്ങനെ പിഴക്കൂലേ? ആദ്യത്തിൽ ലക എന്നുണ്ടാവില്ല, അടുത്ത വരുന്നതിലാണ് ലക, അലം അഖുൽ ലക, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നാണ്. അത് താക്കീതാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞു ഖാല അലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇന്നക ലൻ തസ്തതിഅ മഅയ, നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൂസ നബിയെ? ഖാല ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത്. ശിക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ എന്നെ പിരിച്ചുവിടരുത്, എനിക്ക് ഒന്നുകൂടെ നിങ്ങളെ കൂടെ കൂടണം. ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നുപോയത് കൊണ്ട് എന്നെ ശിക്ഷിക്കരുതേ. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റ, എന്റെ ഈ കാര്യം പ്രയാസപ്പെടുത്തരുത് കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര ദൂരം നടന്നിട്ടാ വരുന്നത് ഖിദ്ർ നബിയെ കാണാൻ. ഇപ്പൊ തന്നെ പിരിച്ചുവിട്ട, ദർശനെ പിരിച്ചുവിട്ട എന്തായിരിക്കും അവസ്ഥ? അപ്പൊ എന്നെ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. മറന്നുപോയി, പ്ലീസ്, മറന്നതാണ്. ആട്ടെ, ഖിദ്ർ നബി ഒന്നും പറഞ്ഞില്ല. എന്നാ ഫൻസലഖ, എന്നാ വാ പോവാ, കപ്പലൊക്കെ ഇറങ്ങിയവര് പോവാൻ. ഹത്താ ഇദാ ലഖിയ ഗുലാമ, അപ്പൊ കപ്പൽ എന്തുകൊണ്ട് പൊട്ടിച്ചു എന്ന് കാരണം എപ്പോഴും പറഞ്ഞിട്ടില്ല. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതല, അവര് പോകുമ്പോ ഒരു ഗുലാമിനെ കണ്ടു. ഗുലാം എന്ന് പറഞ്ഞാൽ ശരിക്കും മീശൊക്കെ മുളച്ചു വരുന്ന പ്രായമുള്ള കുട്ടികൾക്കാണ് ഗുലാം എന്ന് പറയാം. ആ ഒരു ടീനേജിലേക്ക് കടക്കുന്ന പ്രായം. കുട്ടികൾ, ഒരു കൂട്ടം കുട്ടികൾ കളിക്കുന്നു. അതിൽ സുമുഖനായ നല്ലൊരു കുട്ടി ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചു. ആ കുഞ്ഞിനെ ചോക്ക് ചെയ്തിട്ട് കൊന്നു മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം. ഇതങ്ങ് കണ്ടപ്പോ മൂസ നബിക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ. ഖാല അഖതൽത നഫ്സൻ സകിയതൻ, നിരപരാധിയായൊരു കുട്ടിയെ നിങ്ങൾ കൊന്നോ? ബിഗൈരി നഫ്സിൻ, ആ കുട്ടി ആരും കൊന്നിട്ടില്ലല്ലോ, അതിന് പകരം ഖിസാസ് പോലും അല്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കൊല്ലേ. ലഖദ് ജിഅത ശൈഅൻ നുക്റ, ആദ്യം പറഞ്ഞു ഇമ്ര, മോശമായി. നുക്റ, വളരെ മോശമായി കേട്ടോ. ഇത് വളരെ മോശമായി നിങ്ങൾ ചെയ്തത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചില ജീവിത രീതികളൊക്കെ കാണുമ്പോൾ ഇതുപോലൊക്കെ തോന്നും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താപ്പത് അങ്ങനെ എന്നൊക്കെ ഒരു മനസ്സിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചില തോന്നൽ വരുന്നതാണ്. അങ്ങനെ തോന്നിക്കൂടാ. അവർ സ്വാലിഹീങ്ങളാണ്, സജ്ജനങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക. അവരങ്ങനെ പലതും ചെയ്തേക്കും. നമ്മൾ എന്ത് ചെയ്യണ്ട, നമുക്കറിയാത്ത വിഷയങ്ങൾ ഇടപെടണ്ട. അതാണ് അതിന്റെ ഏറ്റവും ഖൈർ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരുടെ വാക്ക് മതിയാവും, ചിലപ്പോ ഒരു വാക്ക് മതിയാവും. അല്ലാഹ്
നമ്മുടെ കാസർഗോഡ് സയ്യിദന്മാരിലൊരു കുമ്പോൽ തങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളുണ്ട്. കുഞ്ഞിക്കോയ തങ്ങൾക്ക് ദുബൈക്ക് വരിക എന്ന് പറഞ്ഞാൽ മൊത്തം തങ്ങൾ ആരെ അറിയിക്കൂല. അറിയിച്ചാൽ പിന്നെ തങ്ങളുടെ അടുത്തുള്ള വരവിന്റെ ക്യൂ ഉണ്ടാകുന്നൊക്കെ മനസ്സിലാവും. അത്ഭുതപ്പെട്ടു. പാണക്കാട് പൂക്കോയ തങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇപ്പോഴും പാണക്കാടൊക്കെ പോകുന്ന പോലെ നമ്മുടെ മലബാർ അങ്ങ് അറ്റത്തേക്കൊക്കെ പോകുമ്പോൾ കുമ്പോൽ തങ്ങളാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. അവരുടെ ജ്യേഷ്ഠനാണ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒക്കെ ആളായിട്ട് പോകുന്ന തങ്ങളുണ്ട്, ആറ്റക്കോയ തങ്ങൾ, കുമ്പോൽ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ. അവരനുജനാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. അനുജനുണ്ട്, ജാഫർ തങ്ങളുണ്ട്. ഈ കുഞ്ഞിക്കോയ തങ്ങൾ വലിയൊരു മഹാനാണ്, ജീവിച്ചിരിപ്പുള്ള, വലിയ വാക്കുകൾക്ക് അസറുള്ള വലിയ മഹാനാണ്. സീതാറാം ഷെഡ്ഡിയോ എന്താ ശാന്താറാം ഷെഡ്ഡി അല്ലേ? അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ്, നിരന്തരം ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായ തങ്ങൾ അവരുടെ അടുത്ത് കൊട്ടെടുത്തിട്ട് പോയിക്കോന്ന് മാറിക്കണ്, കുഴപ്പമൊന്നുമില്ല നോക്കും. അയാളെപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളാണ്. അത് പോയിട്ടുണ്ട്, ഒരടി കൊടുത്തതാ, പോയിക്കോ മാറിയെന്ന്. അപ്പൊ അങ്ങനെ വലിയ 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 മഹാനാണ്. പ്രായം കൊണ്ട് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ അപ്പൊ തങ്ങളുടെ ഉപ്പ മരിച്ച സമയത്ത് മഹാനായ ഷംസുൽ ഉലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ഷംസുൽ ഉലമ എപ്പോഴും ഇടക്കിടക്ക് ആ വഴിക്ക് പോകുമ്പോൾ അവിടെ കയറുന്ന. അപ്പൊ അന്നൊക്കെ കുഞ്ഞിക്കോയ തങ്ങൾ ചെറിയ തങ്ങളാണ്, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഷംസുൽ ഉലമ ആ തങ്ങളെ കൈപിടിച്ചിട്ടാണ് പോവുക. അപ്പൊ തങ്ങൾ നേരിട്ട് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടത്. തങ്ങൾ പറയാം, വാപ്പ മരിച്ചപ്പോ ഷംസുൽ ഉലമ പട്ടിക്കാടാണ്. വാപ്പാക്ക് ആഗ്രഹമുണ്ട് ഷംസുൽ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ കുഞ്ഞിക്കോയ തങ്ങളുടെ ഉപ്പ അവിടെ മക്കാമുണ്ട് കുമ്പൂരിൽ, അവിടെ മറവി ചെയ്യപ്പെട്ടിരുന്നു. വാപ്പ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞാൽ ഷംസുൽ അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംസുൽ 3 ദിവസം മുമ്പ് കണ്ടുപോയിട്ടുള്ളൂ. ആ 3-ാം ദിവസമാണ് തങ്ങൾ വഫാത്താവുന്നത്. ഷംസുൽ എന്തായാലും വരണമെന്ന് നിർബന്ധമായി. ജനാസ നിസ്കാരത്തിൽ ഷംസുൽ വരണമെന്ന് കുഞ്ഞിക്കോയ തങ്ങൾക്കും ആഗ്രഹം. അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് വേറെ കുറെ ആൾക്കാരുണ്ടാവില്ല, വേണോ മുസ്ലിമിനെ കാത്തിക്കണം, നമുക്ക് നിസ്കരിച്ചാൽ പോരാ, സമയം കുറെ വൈകിയില്ലേ, അന്ന് അംബാസഡർ കാറിനെ കൊണ്ട് മലപ്പുറത്ത് വരണം. കാസർഗോഡ് കുമ്പളയും കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കുമ്പോൽ എന്ന് പറഞ്ഞത്, കുമ്പളപ്പാലം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അത്രയും ദൂരം എത്തുമ്പോഴേക്ക് വൈകുന്നേരം ആവൂലേ, ഇപ്പൊ പുറപ്പെട്ട് പഴയ റോഡും അല്ലേ. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ, അപ്പൊ ഷംസുൽ ഫോൺ ചെയ്തു, തങ്ങള് എത്തുവോ, ഷംസുൽ എവിടെയുള്ളത്, എത്തുവോ, ഞങ്ങൾ ജനാസ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഉപ്പാന്റെ മയ്യത്തും വെച്ച് കാത്തിരിക്കുകയാണ്, ഷംസുൽ എത്തുവോ. ഷംസുൽ പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ വാപ്പ അള്ളാന്റെ വലിയാണെങ്കിൽ ഞാൻ ആ നിസ്കാരത്തിന് എത്തുന്നതാണ്. നിങ്ങളുടെ വാപ്പ അള്ളാന്റെ വലിയാണെങ്കിൽ ആ നിസ്കാരത്തിന് ഞാൻ എത്തുന്നു. എന്നാലും മനുഷ്യന്മാർ പല നിലക്കുകളിലും, എന്നാലും ഇപ്പൊ നേരെ എത്ര ആയില്ലേ, എന്നാ പിന്നെ നിസ്കരിക്കല്ലേ, നേരെ 4 മണിയായി, വൈകുന്നേരം 4 മണിയായി, എന്നാ പിന്നെ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ ഇമാമ് നിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഷംസുലിന്റെ കാറ് പള്ളിയുടെ മുമ്പിലേക്ക് എത്തുന്നു. മഹാനവറുകൾ ഇറങ്ങുന്നു. മഹാനവറുകൾ തന്നെയാണ് ആ ജനാസക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് തങ്ങളെന്നെ അത്ഭുതം പറയാണ്. അങ്ങനെ ഷംസുൽ പെട്ടെന്ന് എത്താണ്ട നേരല്ല, കാരണം അന്നത്തെ യാത്രയും ദൂരമൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുപരിചയിക്കുന്ന ആളുകളാണ്, നമ്മൾ കാണുന്ന ആളുകളാണ് ഇതൊക്കെ. എത്രയോ ആളുകൾ മുമ്പോൾ തങ്ങളുടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. വലിയ വലിയ പറഞ്ഞു കിട്ടിയപ്പോ നമ്മുടെ തങ്ങളെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. തങ്ങളുടെ നാടുമായൊക്കെ അടുത്ത് ബന്ധമുള്ള ആളുകൾ. അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ചില വലിയ വലിയ ബഹുമതികളാണ്. അത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, എങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ പറ്റൂല. ഇപ്പോ എനിക്ക് വേറെ പറയുമ്പോൾ പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോയിട്ട് ശബ്ദം തീരെ ഇല്ലാത്തൊരവസ്ഥ, ഷംസൊക്കെ ഇടക്ക് വർത്താൻ പറഞ്ഞ പോലെ ശരിക്ക് കാറ്റ് മാത്രം വരുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ വേറെ പറഞ്ഞ നാട്ടിൽ പല കാരണങ്ങളാവാം, മൈക്കും കാലാവസ്ഥയൊക്കെ ആവാം. അപ്പോ മഹാനായ തങ്ങളവറുകൾ കഴിഞ്ഞ വർഷമല്ല, എല്ലാ വർഷവും തങ്ങളുപ്പാന്റെ ഈ ഉറൂസിന് ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്, തങ്ങൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ തൊണ്ടയിൽ കൈപിടിച്ചിട്ട് തങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ സ്റ്റേജിമ കയറിയാൽ മതി, അവിടെ ആള് വരും, ഒച്ചൊന്നും പോവില്ല, ഒച്ച വരുന്നു അങ്ങനെ പറയാം. ആ പറഞ്ഞ ശേഷം ഇപ്പൊ 2 കൊല്ലമായി. ഇപ്പൊ കഴിഞ്ഞിപ്പോ ഈ ലീവിൽ ഇപ്പൊ നമ്മളിപ്പോ 4-5 ആഴ്ച ഇവിടെ ഉണ്ടായില്ലല്ലോ. 21 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമായി. 21 ദിവസവും ഒരു രാത്രി പോലും ഒഴിവില്ലാതെ, ചിലത് ഗുളി കുളിക്കണ പോലെ ഉച്ചക്കും വൈകിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടും അൽഹംദുലില്ലാഹ് ഒച്ച വരെ പോയിട്ടില്ല. അത് ഞാൻ അനുഭവിക്കുന്ന എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അപ്പോ ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്.
ഇത് മാറി എന്ന് പറഞ്ഞാൽ മാറി, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പടച്ചോനെ. അപ്പോ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഗൈബിയായ ലോകം അവർക്ക് അറിയാൻ പറ്റും. എന്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനോ രണ്ടുപേരും ജപ്പാനിലേക്കൊരു വിസ കിട്ടി പോവാണ്. അപ്പോ തങ്ങൾ പോയിട്ട് കാണുകയാണ്. ചിലരൊന്നും കാണാൻ പോകില്ല, തങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ പാടില്ല. അപ്പോ കാഞ്ഞങ്ങാടിലെ സുഹൃത്തുണ്ട്, കാഞ്ഞങ്ങാട് തന്നെയുള്ള അവന്റെ സുഹൃത്ത് രണ്ടുപേരും ജപ്പാനിലേക്ക് റെഡി, ടിക്കറ്റൊക്കെ എടുത്ത് 1.5 ലക്ഷം കാലം ചെലവഴിച്ചിട്ട് പോവാണ്. ടിക്കറ്റിന് എത്ര വില വന്നു എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു നീ പോണ്ട. അപ്പൊ മറ്റവൻ പറഞ്ഞു ഞാനും പോകത്, നീയും പോണ്ടെന്ന് പറഞ്ഞു. രണ്ടാളും പോണ്ടെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ഞാൻ പോണില്ല. തങ്ങൾ പറഞ്ഞു പോണ്ട, ഞാൻ പോണില്ല. മറ്റവൻ പറഞ്ഞു വിസ റെഡിയാണ്, അവിടെ സംഗതി റെഡി, ജോലി റെഡിയാണ്, ഒരു പ്രശ്നമില്ല, ഞാൻ പോട്ടെ. ഏതാണ് ടിക്കറ്റ് എടുത്തില്ലേ? ഒരു കാരണമില്ല, അവിടെ ലാൻഡ് ചെയ്ത് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള പിടിച്ചിട്ട് കയറ്റി വിട്ടു. ഒരു കാരണമല്ല, ഒരു ക്രിമിനൽ തെറ്റ് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഒഫൻസ് ചെയ്തോ ഒന്നുമല്ല, കാരണം ഇപ്പോഴും മനസ്സിലായില്ല എന്ന്. അവനോട് പിടിച്ച പോലീസ് അപ്പോഴേക്കപ്പോഴേ അന്ന് കയറ്റി വിട്ടു. അവൻ പറഞ്ഞു എന്റെ 2 ലക്ഷം പോയി, എന്നോട് അപ്പോഴേ പറഞ്ഞിട്ടില്ലേ താങ്കൾ പാപ്പ പോകണ്ടെന്ന് പറഞ്ഞ് എന്തിനാ പോയ. ഒരുപാട് എത്രയോ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ, വേറൊന്നും നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ചില മഹാന്മാരൊക്കെ വളരെ എണ്ണപ്പെട്ട ആളുകളെ ഉള്ളൂ, ഒക്കെ നാട്ടിലുണ്ട്. എല്ലാ കാലത്തും സജ്ജനങ്ങളായ ആളുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂല. അവരൊക്കെ ഇതിനുള്ളിലൂടെ ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ എത്രയോ രോഗികൾക്ക് ആശ്വാസമാണ്, എത്രയോ ആളുകൾക്ക് ഖൈറാണ്. ചെറിയ മക്കൾക്കൊക്കെ വലിയ അസുഖറ്റ് തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ പോയിക്കോ, മാറി പോയി, അല്ല ഇന്ന ഡോക്ടറെ പോയി കണ്ടോ, തങ്ങൾ അങ്ങനെ പറയും. ഡോക്ടറെ പോയി കാണാൻ വേണ്ടി പറയും. തങ്ങൾ ഇന്ന ഡോക്ടർ ഇന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ടോ എന്ന് പറയും. അവിടെ പോയി കണ്ടാൽ അൽഹംദുലില്ലാ അള്ളാഹു അതിന് പരിഹാരം കൊടുക്കുകയാണ്. എറണാകുളത്തുനിന്ന് ഒരു ടീം, അവരുടെ ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം, അവരുടെ ഒരു പെട്ടെന്ന് മോൻ മിസ്സായി പോയിട്ട് കാസർഗോഡ് വന്ന് അന്വേഷിച്ചിട്ട് അവര് ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാസർഗോഡ് റൂം എടുത്തിട്ട് അവർ താമസിക്കുന്ന ഒരു ഫാമിലി, മോനെ കിട്ടിയിട്ടില്ല, 10-20 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. അങ്ങനെ ആരോ പറഞ്ഞു കാസർഗോഡ് എത്തിയപ്പോ തങ്ങൾ പാപ്പണ്ടെന്ന് പോയി നോക്കി. ജാതി മതമൊന്നും നോക്കാതെ ആൾക്കാരവിടെ വരും, തങ്ങളെടുത്ത് വരും. വർത്തമാനം പറഞ്ഞു കിട്ടാനാ പണി നമ്മുടെ. അപ്പോ തങ്ങളെ കണ്ടു കിട്ടാനുള്ള പ്രയാസമേ ഉള്ളൂ. പറഞ്ഞു പോയിക്കോളി, മോനിപ്പോ ഫോൺ ചെയ്യും, പോയിക്കോളൂ, നിങ്ങൾക്ക് വിളിക്കും, മോൻ വീട്ടിലെത്തിയിട്ടില്ല, വിളിച്ചു നോക്കും, മോൻ വീട്ടിലെത്തിയാണ്. അങ്ങനെ അവര് കാസർഗോഡ് എത്തിയിട്ടില്ല തങ്ങളെ വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും നാട്ടിൽ നിന്ന് മോൻ വീട്ടിലെത്തിയ. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഒരുപാട് പിന്നെ അവർ വന്ന് തങ്ങളെ കണ്ടിട്ടേ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയും. അള്ളാഹു ചില ആളുകൾക്ക് ഗൈബിയായ ഒരു ലോകം അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ലോകം അറിയിച്ചു കൊടുക്കുകയാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഔലിയാഇന്റെ ലോകം, അംബിയാഇന്റെ ലോകം അങ്ങനെയാണ്. നമ്മുടെ മുമ്പിലൂടെ തന്നെ ഇവർ ജീവിക്കുന്നു, നമ്മൾ കാണാത്ത പലതും അവർക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു തആല അത്തരം മഹാന്മാർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും ഇസ്സത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ മഹാന്മാരാണ്. പറ്റുന്നവരൊക്കെ പോയി കാണാം, ഒരു സലാമെങ്കിലും പറഞ്ഞു പോരാ. നിങ്ങൾ കണ്ടാൽ നമുക്ക് അങ്ങനെ വലിയൊരു തല കിട്ടും, പച്ചക്കുപ്പായോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരു ടവലോ ഒരു കുപ്പായം തുണി ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു അവരൊക്കെ നമുക്ക് കാണാനും അവരൊക്കെ ദുആയിലൊക്കെ കൂടാനൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തങ്ങളെ അനുജനാണ് സയ്യിദ് അലി തങ്ങൾ കുമ്പോൾ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.